അങ്ങനെ പനി എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. റെസ്റ്റിംഗ് ടൈമാണ് കൂടുതലും. ഇവിടെ പൊടുമോൾ ഇവിടെ ഫ്രണ്ടിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു. പൊടുമോളെ നോക്കാൻ ഞങ്ങളെ സഹായിക്കാനായിട്ട് തസ്നി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ഷീസ് ഓൾസോ ദർ. മോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. അപ്പം പറ്റി ഓടും. വാട്ട് കളി ഒളിച്ചു കളി. വെറുതെ കള്ളച്ചിരി. എന്ത് വിളിച്ചിരിക്കുന്നു, വിളിച്ചു കളിച്ചിരിക്കുന്നു. കുട്ടി കുളിയെല്ലാം കഴിഞ്ഞു, മേലെല്ലാം കഴുകിയിട്ട് നടക്കാണ്. യെസ് കുട്ടി. ഓ ബായ്. കുളിയെല്ലാം കഴിഞ്ഞു, മേലൊക്കെ കഴുകിയിട്ട് നിൽക്കുന്നു. ബാർബി. ചെറിയൊരു ക്ഷീണമൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എനിക്കൊരു സാൻഡ്വിച്ച് കഴിക്കാനൊരു മൂഡ്. ഒരു ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയല്ലോ എന്നല്ലേക്ക് കിച്ചണിൽ പോയിട്ട്. അപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് സ്റ്റോക്കുണ്ട്, അതെടുക്കുന്നു. പിന്നെ ടൊമാറ്റോ സോസ് വേണം. 2 കാര്യങ്ങളും എടുക്കാം. ഇനി കുറച്ച് ചീസ് സ്ലൈസ് എടുക്കാം. ഓക്കെ, ലെറ്റ്യൂസ് ലീഫ് ഉണ്ട്, ലാസ്റ്റ് എടുത്താൽ മതി. ഓരോന്നോരോന്നൊക്കെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മുട്ടയുണ്ട്, പിന്നെന്താ ഇവിടെ 2-3 കാര്യങ്ങൾ. സലാഡ് കുക്കുംബർ, ടൊമാറ്റോ, ഉള്ളി ഒന്നരിയണം. പിന്നെ ചിക്കൻ ചെറിയ പീസസായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, അതെടുത്തു. അതായത് ബോൺലെസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനെ എടുത്തിട്ട് സെറ്റാക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരു ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഓക്കെ, പക്ഷെ മയണൈസ് വേണം. മയണൈസ് ഉണ്ടാക്കാം. 1 മുട്ടയും 1 കപ്പ് എണ്ണയും വെച്ചിട്ട് ചെയ്യാം. ഇവിടെ വന്ന് നോക്കുമ്പോൾ മസ്റ്റേർഡ് പൗഡർ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിനി മസ്റ്റേർഡ് പൗഡർ മസ്റ്റാണ് നമ്മൾ മയണൈസ് ചെയ്യുമ്പോൾ. മയണൈസ് ഒന്ന് ഇതായി വരാനായിട്ട് അതൊരു എമൾസിഫയർ പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കടുക് എടുത്ത് പൊടിച്ചിട്ട് ഞാൻ അത് ബോട്ടിലേക്ക് മാറ്റും. അര-മുക്കാൽ ടീസ്പൂണോളം കടുക് പൊടി വേണം. അപ്പോൾ ഇതെന്തായാലും പൊടിച്ച പാത്രമാണ്. അതിനകത്തേക്ക് തന്നെ മുട്ട ഒരെണ്ണം. അപ്പോൾ അതിൽ ഏകദേശം ഒരു 1/4 ടീസ്പൂണൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും. അല്പം കൂടി ചേർക്കുന്നു. ഒരു 1/2 ടീസ്പൂൺ, 1/4 എന്നൊക്കെ പറയാം. ഓക്കെ, ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ. വൈറ്റ് ഇല്ല കേട്ടോ, ബ്ലാക്ക് പെപ്പർ പൗഡർ ഉള്ളൂ. ഇത് റിഫൈൻഡ് ഓയിൽ. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ എലൻ ബ്ലോഗ്സിൽ കുറേ 2-3 വർഷം മുന്നേ ഉള്ളൊരു വീഡിയോയിൽ മയണൈസൊക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. ആദ്യം കുറച്ചെടുക്കാം, കുറേശ്ശെ ഒഴിക്കാം. ഓയിൽ, കൈ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉപ്പ് ചേർക്കണം, അതുപോലെ വിനീഗർ, പിന്നെ പഞ്ചസാര, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പഞ്ചസാര ആകാം. ഷുഗർ ആൻഡ് വിനീഗർ. 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു. അങ്ങനെ മയണൈസ് ആവശ്യത്തിന് ഉണ്ടാക്കി കഴിഞ്ഞു. അതിൽ നിന്ന് കുറച്ച് ഞാനൊരു ബൗളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാളയും ഞാൻ ഒരു 1/2 സവാള ഇങ്ങനെ അരിഞ്ഞ് വെച്ചു. ഇത് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒരു ചെറിയൊരു പാനോ അല്ലെങ്കിൽ ഒരു കടായോ വെച്ചിട്ട് ഇത് കുറച്ച് ചിക്കൻ
ചെറിയ ചെറിയ പീസസായിട്ട് ബോൺലെസ്. ഏകദേശം ഒരു 1/2 കപ്പ് ചൂടായി തുടങ്ങി. ഇനി ഇത് ചിക്കൻ വേകാനായിട്ട് വഴറ്റി കൊടുക്കാം. ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി, ഉപ്പ് ആദ്യം ചേർക്കാം. കുറച്ചുപ്പും ഒരു 1/4 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം. ഓക്കെ. ഇപ്പോൾ ചിക്കനിൽ നിന്ന് കാര്യമായിട്ട് വെള്ളം ഇറങ്ങി കഴിഞ്ഞു. ഇനി ഇതിൽ കിടന്ന് തന്നെ ഇത് വേഗം. വേറെ വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1.5 ടീസ്പൂൺ എണ്ണ ചേർക്കാം. ഇതിലേക്ക് കുറച്ച് സവാള, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള, 1/2 സവാളയാണ്. അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു. സവാള എല്ലാം നോക്കിയാൽ വാടി. ചിക്കനൊക്കെ കുറച്ചുകൂടി ഒന്ന് ഒരിഞ്ഞ് തുടങ്ങിയെന്ന് പറയാം. ഇനി ഇച്ചിരി മുളക് പൊടി ചേർക്കാം. ഇതെല്ലാം ആവശ്യാനുസരണമാണ്. എത്ര വേണം? കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ അടുപ്പിച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ. ഓക്കെ. ഇച്ചിരി ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്, കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ആ മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറിയാൽ മാത്രം മതി. ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ, 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെയാണ്. ഇനി തീ ഓഫ് ചെയ്യാം. മതി. തീ ഓഫ് ചെയ്യുന്നില്ല. ഇതേ അടുപ്പിൽ തന്നെ ഇത് മാറ്റിയിട്ട് വേറൊരു കാര്യം ചെയ്യുന്നുണ്ട്. സെയിം അടുപ്പിൽ ഞാൻ ഈ സാൻഡ്വിച്ച് ബ്രെഡ് ഒരു തവയിൽ ഇങ്ങനെ ഇട്ട് ചൂടാക്കാം. 2 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ബട്ടറൊന്നും ചേർക്കാണ്ട് വെറുതെ ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് ഇതുപോലെ ആക്കിയെടുക്കാം. ഒരു ചെറിയ ക്രിസ്പിനെസ് കിട്ടും. ഇങ്ങനെ ഇതിപ്പോൾ ക്ലബ് സാൻഡ്വിച്ച് ആയതുകൊണ്ട് ഒരു 3 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ആക്കിയെടുക്കാം. ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. കുറച്ച് കുക്കുംബർ, ലെറ്റ്യൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് അരിയും. സ്കിൻ മാറ്റണമെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ വിത്ത് സ്കിൻ തന്നെ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ നല്ല കുറച്ച് ഫ്രഷ് ലെറ്റ്യൂസ് ലീവ്സ് ഉണ്ട്, അതും കൂടി ഒന്ന് ചോപ്പ് ചെയ്ത് വയ്ക്കാം. കൂടുതൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരെണ്ണം മാത്രം കാണിക്കുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരെണ്ണം ഉണ്ടാക്കുന്നത് കാണിക്കുന്നു. ഓക്കെ. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു എഗ്ഗ്, അതായത് നമുക്ക് വേണമെങ്കിൽ ഒരു ഓംലെറ്റ് പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു നമ്മുടെ എന്താ പറയുക ബുൾസേ പോലെ, എന്നാൽ ഒരു പ്രോപ്പർ ബുൾസേ അല്ല. അങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിക്കോട്ടെ, കുഴപ്പമില്ല. അങ്ങനെ മതി. അങ്ങനെ പെർഫെക്റ്റ് ബുൾസേ അല്ല, ഈ ഒരു സ്റ്റൈലിലാണ്. ഒരല്പം ഉപ്പ്, കുരുമുളക് പൊടി, മതി. തീ ഓഫ് ചെയ്യും. ആ ഒരു ചൂടിൽ തന്നെ ഇരുന്നാൽ അത് ഓക്കെ. യെസ്. ആദ്യം ഒരു സ്ലൈസ് ഓഫ് ടോസ്റ്റ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അതായത് എൻ്റെ ക്ലബ് സാൻഡ്വിച്ച് റെഡിയാക്കുന്നു. ഇവിടെ മയോണൈസ് വെച്ചിട്ട് തേച്ച് കൊടുക്കാം. അത് വേണമെങ്കിൽ അത്യാവശ്യം ടാബിഷായിട്ടാകാം, കുഴപ്പമൊന്നുമില്ല. ചിക്കൻ, ഇതിപ്പോൾ 2 ക്ലബ് സാൻഡ്വിച്ച് നിറച്ചുണ്ടാക്കാനുള്ള ചിക്കൻ ഉണ്ട്. ഒരു പകുതിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഈ പിന്നെ ബ്രെഡിൻ്റെ സൈഡ്സൊക്കെ ചിലർക്ക് വെട്ടണം എന്നുണ്ടെങ്കിൽ ഈ എഡ്ജസ് വെട്ടിയിട്ട് വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. പക്ഷേ ഞാനത് മാറ്റുന്നില്ല, ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത സ്ലൈസ് ഓഫ് ബ്രെഡ് വയ്ക്കണു.
ഇനി മയണൈസ് ഇല്ലയെന്നുണ്ടെങ്കിലും വിഷമിക്കണ്ട, കുറച്ച് ബട്ടർ തേച്ചാലും മതി. കേക്കിനെ എടുത്ത് വയ്ക്കാം. ഓക്കെ, ഈ ഹാങ് ചെയ്ത് കിടന്ന ഭാഗം ഞാൻ മുറിച്ചിങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചീസ് സ്ലൈസും കൂടി വയ്ക്കാം. ഇതിപ്പോൾ നല്ല അത്യാവശ്യം ചൂടുണ്ട് മുട്ടയ്ക്ക്. അത് ഈ ചീസിൻ്റെ ഒരു കുറച്ചൊന്ന് മെൽറ്റാകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് ഒന്നിൽ കൂടുതൽ വേണമെങ്കിലും വയ്ക്കാം, പ്രശ്നമൊന്നുമില്ല. മുകളിലായിട്ട് കുറച്ച് മയണൈസ് തേച്ച് കൊടുക്കാം. ഇതൊക്കെ ലാവിഷായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇല്ലെങ്കിൽ ബട്ടർ തേച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. എഗ്ലെസ് മയണൈസ് ആണെങ്കിലും ഓക്കെയാണ്. ഇതിപ്പോൾ ക്ലബ് സാൻഡ്വിച്ച് ആയതുകൊണ്ട് നമ്മളിപ്പോൾ 3 ലെയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ 4 സ്ലൈസ് ബ്രെഡ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ 4 ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം 3 ടോസ്റ്റ് ചെയ്തു, പിന്നെ ഞാൻ 1 കൂടി ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജീസിൻ്റെ ഒരു ലെയർ സെറ്റ് ചെയ്യാം. ഇങ്ങനെ തിന്നായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഫിക്സ് ചെയ്യാം. ലെറ്റ്യൂസിൻ്റെ ക്രിസ്പി ഭാഗമെല്ലാം കുറച്ച് കൂടുതലായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ നല്ല ഹെൽത്തി ആയിരിക്കും. നല്ല ഗ്രീൻസ് ഇഷ്ടംപോലെ, പ്രോട്ടീൻ പാർട്ടുണ്ട്, മീറ്റ്, എഗ് ഉണ്ട്, എല്ലാം ആവശ്യത്തിനുണ്ട്. ഇതിപ്പോൾ നിറച്ച് വെച്ച് ഇതിൽ ഉപ്പ്, കുരുമുളക് പൊടി അങ്ങനെയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. കാര്യം ഇത് ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം കൂടി ചേർന്ന് കഴിക്കുമ്പോൾ അറിയില്ല, കറക്റ്റായിട്ട് വരും. ആൻഡ് ദ ലാസ്റ്റ് സ്ലൈസ് അതിൻ്റെ മുകളിലിട്ട്. അപ്പോൾ 4 സ്ലൈസ് ഓഫ് ബ്രെഡാണ്. അമർത്തി. ഇനി ഇതിനെ ഹോൾഡ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ ടൂത്ത് പിക്ക്. സാൻഡ്വിച്ചിനെ കാര്യമായിട്ട് കുത്തി വെച്ചില്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ പാടായിരിക്കും. ടൂത്ത് പിക്സാണ് നമ്മളെ സേവ് ചെയ്യുന്ന ഒരു കാര്യം. നല്ല ഹെവി ആയിട്ടുള്ളൊരു ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി. നോക്കി, വാവ്, സോ നൈസ്, യമ്മി. യെസ്, ഞാനൊരു പ്ലേറ്റിലേക്ക് വെക്കണു. ഓക്കെ, ടൂത്ത് പിക്ക് മറക്കണ്ട, എന്നാലേ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ സെർവ് ചെയ്യുന്ന സമയത്ത്. ഇതിപ്പോൾ എനിക്ക് കഴിക്കാനാണ് ഉണ്ടാക്കുന്നത്. ഞാൻ 1 കൂടി ഉണ്ടാക്കുന്നതാണ് കുട്ടിക്കാട്. ഓക്കെ, ശരി, നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചു ഈ ഒരു റെസിപ്പി. അങ്ങനെ അടിപൊളി ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ ആഗ്രഹ സഫലീകരണമാണ്. പെട്ടെന്നൊരു മോഹം. കാര്യം സാൻഡ്വിച്ച് ബ്രെഡ് ഇവിടെ ഉണ്ടായിരുന്നു, അതെനിക്കറിയാം. ഞാൻ മേടിപ്പിച്ചിരുന്നു നേരത്തെ തന്നെ. ഇപ്പോൾ ബ്രെഡൊക്കെ കഴിക്കുന്ന സമയമായിരുന്നു കുറച്ച് ദിവസമായിട്ട്. പിന്നെ അതിൻ്റെ കൂടെ ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്ന് മനസ്സിലായില്ലേ. മുട്ടയും ഇത് വെരി വെരി ഹെൽത്തി. ഇനി ഇത് കഴിക്കുന്നതാണ് കുറച്ച് ഡിഫിക്കൽട്ട്. അതായത് എപ്പോഴും ഈ ഒരു ട്രിപ്പിൾ ഡെക്കർ എന്ന് പറഞ്ഞ പോലെ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒരു 4 ലെയറുണ്ട്. 1 2 3 ലെയേഴ്സ്, പക്ഷേ 4 സ്ലൈസ് ഓഫ് ബ്രെഡ്. സാധാരണ ഹോട്ടൽസിലൊക്കെ താമസിക്കുന്ന, ഞാൻ യാത്രകളിലൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നല്ല ഹോട്ടൽസിലൊക്കെ താമസിക്കുന്ന സമയത്ത് റൂം സർവീസ് പറയുമ്പോൾ ഞാൻ രാത്രി മിക്കവാറും ക്ലബ് സാൻഡ്വിച്ച്, പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇതൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത്. ഒരു മിൽക്ക് ഷേക്ക്. അതാണ് എൻ്റെ ഡിന്നർ സാധാരണഗതിയിൽ റൂം സർവീസ് ആണെങ്കിൽ. അപ്പോൾ അതുപോലെ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഇനി ഉണ്ട്, ഞാൻ ഉണ്ടാക്കാനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്നുണ്ടാവും, അതിനെ കൂട്ടി കഴിക്കും. പുടുമോൾക്കും കൊടുക്കും. ഇത് കഴിക്കാൻ വെച്ചാൽ ഒറ്റ കടിയിൽ കഴിക്കുമോ വേണം. റിലാക്സ് ചെയ്തു മോൾ ഉറങ്ങാൻ പോയി.
നമ്മൾ TV റൂമിൽ പോയിരുന്ന് കഴിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാണ് ഇപ്പോഴത്തെ ഒരു സിനാരിയോ. ഈ റൂമിൽ ഈ മോളിവിടെ ഓടി കളിച്ചുകൊണ്ടിരിക്കുക, കണ്ടതാണല്ലോ. അതെല്ലാം കഴിഞ്ഞു, കുളിയെല്ലാം കഴിഞ്ഞു. മോൾ ഉറങ്ങാൻ പോയി, അനുക്കുട്ടിയെ ഉറക്കാൻ കൊണ്ടുപോയി. അനുക്കുട്ടി തിരിച്ച് വരുമ്പോഴത്തേക്കും ഞാൻ അനുക്കുട്ടിയുടെ ക്ലബ് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുക്കും. ഇതിപ്പോൾ ഞാൻ കഴിക്കാൻ പോകണം. ഓക്കെ, ഇവിടെ വെച്ചുമ്പോൾ ഒന്നുമില്ല, നമ്മൾ മാത്രം, ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നു. എല്ലാവരും പോയി. യെസ്, നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് കണ്ടിട്ടുണ്ട്. അത് 7 എപ്പിസോഡ്സേ ഉള്ളൂ. ഡബ്ബ കാർട്ടൽ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമുള്ളൊരു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 7 എപ്പിസോഡുണ്ട്. ഇതെല്ലാം കണ്ട് റിലാക്സ് ചെയ്തിരുന്ന് കഴിക്കും. അത് ഷബന അസ്മിയെല്ലാം ഉള്ളൊരു സീരീസാണ്. നേരത്തെ ആ ചൂട് മുട്ടയുടെ മുകളിൽ വെച്ച ആ ചീസൊക്കെ മെൽറ്റായി, ആ ചിക്കൻ്റെ ടേസ്റ്റും ആ ലെയറായിട്ട് തന്നെ കഴിക്കണം, ഒന്നിച്ച് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് കിട്ടും. ഗ്രീൻസിൻ്റെയും ഞാനിനി റിലാക്സ് ചെയ്ത് കഴിക്കാൻ പോകും. ഓക്കെ, TV എല്ലാം വയ്ക്കട്ടെ. നിങ്ങളും ഉണ്ടാക്കി നോക്കൂ ഇതുപോലെ. നമ്മൾ വെറുതെ ലക്ഷോളിയായിട്ട് വീട്ടിലിരിക്കുമ്പോൾ ഒന്നും വേണ്ട വേറെ, അതിൻ്റെ കൂടെ ഒരു ജ്യൂസും കൂടി മതി കേട്ടോ. ഫ്രഷ് ജ്യൂസും കൂടി ഉണ്ടെങ്കിൽ പെർഫെക്റ്റ്. നമ്മുടെ മലയാളം മൂവിയിലൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഹീറോയിൻ നിമിഷ സീരീസിലുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട്. വെരി നൈസ്. അപ്പോൾ ഞാൻ എന്തായാലും റിലാക്സ് ചെയ്തിരിക്കുകയെന്ന് മനസ്സിലായല്ലോ. പനിയെല്ലാം കഴിഞ്ഞ് റെസ്റ്റിലാണ്. അങ്ങനൊരു ഹിന്ദി സീരീസെല്ലാം കണ്ട് നല്ലൊരു ക്ലബ് സാൻഡ്വിച്ചും കഴിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് നോക്കിയിട്ട്, ഇത് പ്യുവറായിട്ടൊരു വളരെ കാഷ്വലായിട്ട് ഞാൻ എടുത്തിരിക്കുന്നൊരു ഹോം വ്ളോഗ് എന്ന് തന്നെ പറയാം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ബോക്സിലേക്ക് വരിക, ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട. അടിപൊളിയാണ്, നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ജ്യൂസും കൂടി ഉണ്ടായിരുന്നാൽ മതി, ഫ്രഷ് ജ്യൂസ്. Okay, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് Lakshmi Nair Vlogs. Love you all.